നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്ത് നമ്മളധികം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ഷോയിൽ ഒന്നായിരിക്കും പവർ റേഞ്ചേഴ്സ്. ഇത് വളരെയധികം നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിങ്ങും ആ ഒരു ഓർമ്മയൊക്കെ തരുന്നതാണ്. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വാട്ട് ഇഫ് പവർ റേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ദേ വർ നോട്ട് ആക്ച്വലി ഹീറോസ്? അവരുടെ ഹീറോ ലൈഫിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ വളരെ റീസെൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോയ്സ് എന്ന് പറയുന്ന സീരീസിനകത്ത് കണ്ടതാണ്. ഒരു ഹീറോ കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു സൊസൈറ്റി ഉണ്ട്. അതിൽ ഹീറോസായി നമ്മൾ നമ്മുടെ പെർസെപ്ഷനിലുള്ള ആളുകളുടെ ഒരു ഒരു ഡാർക്കർ ബാക്ക്ഗ്രൗണ്ട് സീൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതേ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്ന ഒരു ആനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഗോഗോ ലൂസർ റേഞ്ചർ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് TV Tuesday. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഗോഗോ ലൂസർ റേഞ്ചർ എന്ന ആനിമയെ കുറിച്ചാണ്. ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ആനിമി. അതായത് ആനിമേസിൻ്റെ ലിസ്റ്റിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പവർ റേഞ്ചേഴ്സ് പോലൊരു സാധനം കണ്ടു. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഇതെന്തുമായിട്ടൊന്ന് നോക്കാം, കണ്ടിട്ട് വലിയ സുഖം തോന്നുന്നില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡിന് ശേഷം ഫസ്റ്റ് ഒരു 10 minutes വാസ് ലൈക്ക് എനി അതർ ആനിമെ പോലെ, ഓക്കെ ഫൈൻ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ കുറച്ച് കാലഘട്ടമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ആനിമേസിനെല്ലാം ഒരു ടിപ്പിക്കൽ സ്റ്റോറി ലൈൻ ഉണ്ട്. നമ്മളൊരു ബേസിക് സ്ട്രക്ചർ, പഴയ ആനിമയുടെ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ കോപ്പി അടിച്ചും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആനിമേ. പക്ഷേ അതിൽ നിന്ന് ഒരു വേറിട്ട ഒരു തീമായിരുന്നു ഗോഗോ ലൂസർ റേഞ്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു ഓൾമോസ്റ്റ് എൻഡ് ആയപ്പോഴത്തേക്ക് ഐ വാസ് റിയലി ഇൻട്രസ്റ്റഡ് ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്. ഓൺ ദ സർഫസ് തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഏതൊരു റേഞ്ചർ സെറ്റപ്പ് പോലെ, അതായത് നമ്മുടെ പവർ റേഞ്ചേഴ്സ് ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പ് പോലെ തന്നെ ഒരു ടിപ്പിക്കൽ സെൻഡായി ഷോ ആണ്. ഒരു ടീം എലീറ്റ് ഹീറോസ് ഉണ്ട്, അവരുടെ പേര് പറയുന്നത് ഡ്രാഗൺ കീപ്പേഴ്സ് എന്നാണ്. അവർ ഒരു ഈവിൾ ആർമി ഉണ്ട് സെൻഡൈസിൻ്റെ, അവരെ ഫൈറ്റ് ചെയ്യുന്നു. അതിന് ആ ഒരു ഫൈറ്റിനകത്ത് കണ്ടമാനം ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ മറ്റേ പവർ റേഞ്ചേഴ്സ് കാണുന്ന റാൻഡംലി വരുന്നു, വില്ലൻസ് വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു, അങ്ങനെയല്ല. ഇവരൊരു കോൺടെസ്റ്റ് പോലെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു ചെറിയ എലമെന്റ്സ് ആയിരുന്നു. ബട്ട് ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ വില്ലനാണ്. ഒരു പേര് പോലും ഇല്ലാത്ത ഒരു വില്ലൻ, ഒരു ഫുഡ് സോൾജർ ആയിട്ടുള്ള വില്ലൻ ഹീറോസിന് എതിരെ ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നൊരു കോൺസെപ്റ്റുമായിട്ട് വരുന്നു. ഈ ഒരു സീരീസ് വളരെ ബ്രില്യൻ്റ് ആയ ഒരു പാരഡി ജോണറാണ്, വിച്ച് ഈസ് പാക്ഡ് വിത്ത് ഹ്യൂമർ, സർപ്രൈസിംഗ്ലി ഡീപ്പ് കമൻറ്റേറ്ററി ഓൺ ഹീറോയിസം, വില്ലനിസം. ഇത് ബോയ്സ് പോലത്തെ സാധനം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും വളരെ റിലേറ്റബിൾ ആയിരിക്കും. അതേ കോൺസെപ്റ്റാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ ആനിമയുടെ ലോകത്ത് ഇറ്റ് ഇസ് എ ഫ്രഷ് ടേക്ക്. ഇറ്റ് കീപ്സ് യു ഗെസ്സിങ് ലൈക്ക് വാട്ട് ഈസ് going to happen next. At the same time ഒരു കോമഡിക് അപ്രോച്ച് ആണ് കൊണ്ടുവന്നത്, ഒരു സീരിയസ് നോട്ട് അല്ല. ഇനി നമ്മുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പേരില്ലാത്ത ഒരു ഫുഡ് സോൾജറാണ് പറഞ്ഞു, ഹു ഇസ് നെയിംഡ് ഡി. ഇതൊരു വളരെ റിലേറ്റബിളും അതുപോലെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു അണ്ടർഡോഗ് കാറ്റഗറിയിൽ നമുക്ക് പറയാവുന്ന ഒരു വില്ലനാണ്. പക്ഷേ നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് ഡ്രാഗൺ കീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓവർ പവേർഡ് ആയിട്ടുള്ള കുറേ ഹീറോസ് ഉണ്ട്, ഹു ആർ ലൈക്ക് ദ എക്സാജുറേറ്റഡ് വേർഷൻ ഓഫ് എ ക്ലാസിക് സെൻടൈ സ്റ്റീരിയോടൈപ്പ്. ഇവർക്ക് കുറേയധികം പേഴ്സണാലിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ഒരു പേഴ്സണാലിറ്റീസിന് കുറേയും കൂടി ഡെപ്ത് കൊടുത്തു. നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു പവർ റേഞ്ചേഴ്സ് പോലെ ഒരു നല്ല ഗോ ഹാവ് ഫൺ കൈൻഡ് ഓഫ് നല്ല ക്യാരക്ടേഴ്സ് അല്ല. പലർക്കും ഡെപ്തിൽ ഒരു മീനിങ്ങും ഒരു ഇൻട്രസ്റ്റും കുറേ ക്യാരക്ടർ ബിൽഡും കൊടുത്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, at the end of every single episode, you find yourself rooting for the villain actually. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത നമുക്ക് തോന്നുന്നു. നമുക്ക് ആ അണ്ടർഡോഗുമായിട്ട് വളരെയധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആനിമേഷൻ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെയധികം എടുത്ത് നിൽക്കുന്ന ഒരു ആനിമേഷൻ സ്റ്റൈൽ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം റീസെൻ്റ്ലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആനിമേസും വളരെ ഹൈ ക്വാളിറ്റി ആനിമേഷൻ സ്റ്റൈൽ കൊണ്ടുവരുന്നു. പക്ഷേ ഈ ഒരു ജോൺറയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആനിമേഷൻ സ്റ്റൈലാണ് കൊണ്ടുവന്നത്. നമ്മളെ ഒരു കാരണവശാലും ബോറടിപ്പിക്കുന്നില്ല, ഒരിടത്തും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു ബാലൻസ്, ആ ഒരു വൈബ്രൻറ്റ് ഫ്ലാഷി സ്റ്റൈൽ, ഒരു ക്ലാസിക് സ്റ്റൈലിന് ആവശ്യമായിട്ടുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ് ആർ ഒബ്വിയസ്ലി ഡൈനാമിക്. ഡ്രാഗൺ കീപ്പേഴ്സിൻ്റെ സിഗ്നേച്ചർ മൂവ് ആയാലും ഓരോ സ്റ്റെപ്പിലുള്ള ഓരോ ആക്ഷൻ സീക്വൻസസ് ആയാലും വളരെയധികം എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വോയിസ് ആക്ടിങ് വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. കാരണം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ആ ഒരു ഇൻറ്റൻസിറ്റി, ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ, ആ വില്ലൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ആണല്ലോ, ആ ഒരു ഹീറോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആ ഇൻറ്റൻസ് ലൈഫിൻ്റെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ തന്നെ ഹ്യൂമർ അതിൻ്റെ എലമെൻറ്റിൽ കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റിൻ്റെ ആ വോയിസിനകത്ത് നമുക്ക് എപ്പോഴും ത്രൂ ഔട്ട് ദ സീരീസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്തൊരു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു കണ്ണിങ്നെസ്സും വളരെ പെർഫെക്റ്റ് ആയിട്ട് ത്രൂ ഔട്ട് ദ ജേർണി ആ ഒരു വോയിസ് ആക്ടിങ് കൂടെ നമുക്ക് കൺവേ ചെയ്യുന്നത്, വിച്ച് കീപ്സ് us എൻഗേജിങ് വിത്ത് ക്യാരക്ടേഴ്സ്. മറ്റ് പല ആനിമകളുടെയും കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ബിഗ് നെയിം ആനിമേസിൻ്റെ ഇടയിൽ വന്ന് റിലീസ് ചെയ്തുകൊണ്ടായിരിക്കാം അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരെണ്ണമാണെന്ന് അതിൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ എനിക്ക് തോന്നി. പക്ഷേ അതിനുശേഷം
പലരും ഇത് കണ്ടുപിടിക്കുകയും പലരും ഇത് റെക്കഗ്നൈസ് ചെയ്യുകയും അതിന് ആളുകളിലേക്ക് ഒരു റെക്കമെൻഡേഷൻ പോലെ എത്തിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫാൻ ബേസ് ഇപ്പം ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ സീസണേ ഇവർക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അവരുടെ സ്മാർട്ടായിട്ടുള്ള ഒരു റൈറ്റിംഗ്, യുണീക് ടേക്ക് ഓൺ ദ ഹോൾ ജോൺറ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് റെസൊനേറ്റിംഗ് വിത്ത് എല്ലാ എക്സിസ്റ്റിംഗ് ഫാൻസിനായാലും പുതിയതായിട്ട് വരുന്നവർക്കായാലും എല്ലാം ഇതിനോട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ജസ്റ്റ് മേക്സ് ദ ഹോൾ സീരീസ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം റെസ്റ്റ് ഓഫ് ദ ആനിമേസ് ദാറ്റ് ആർ ഓൾറെഡി ബീങ് ഡൺ. ലൈക്ക് കോൺസെപ്റ്റ് വൈസ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഗോഗോ ലൂസർ റേഞ്ചർ ഞാനൊരു സജഷനായി പറയുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരേപോലത്തെ കണ്ടന്റ് കണ്ട് മടുത്ത്, ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അണ്ടർഡോഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒട്ടുമേ നമുക്ക് അവർ ഓവർ പവറായി മാറുന്നു, ഇതൊക്കെ കണ്ട് ഈ മടുത്ത ഒരു തീംസാണ്. അപ്പോൾ അതിൽ നിന്നും വേറിട്ട് എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഗോഗോ ലൂസർ റേഞ്ചർ. ഇറ്റ്സ് വെരി ക്ലെവർ, ഇറ്റ്സ് ഫണി, ഇറ്റ്സ് സർപ്രൈസിങ് ആൻഡ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് റിഫ്രഷിങ്. അപ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ തപ്പുന്ന ആളാണ് എങ്കിൽ ഉറപ്പായിട്ടും ഗിവ് ഇറ്റ് എ ട്രൈ. ഇറ്റ് വിൽ ബി സംതിങ് ദാറ്റ് യു വുഡ് ലൈക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഉറപ്പായിട്ടും പ്ലീസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളായിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റായി ജോണർ എന്ന് പറയുന്ന സംഭവത്തോട് താല്പര്യമുള്ളവരാണ് എങ്കിൽ, അങ്ങനത്തെ പോലെ ആനിമേഷനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ആയിരുന്നു ഗോഗോ ലൂസർ റേഞ്ചർ എന്ന് പറയുന്നത്. അധികം പോപ്പുലാരിറ്റി ഉള്ളതല്ല, പക്ഷേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് കം ബാക്ക്, ലീവ് എ കമൻറ്റ്. ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ബൂസ്റ്റ് ദ മൊറാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.